എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യയാണ്. ഒരു കുഞ്ഞി കാര്യം പറഞ്ഞു തരാനാണ് ഇന്ന് ഞാൻ ഈ ഒരു ലൈവിൽ വന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പനി വരുന്നത് വളരെ സർവ്വസാധാരണമാണ് അല്ലേ? അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞിന്റെ തലയിൽ തൊടുന്ന സമയത്ത് പ്രത്യേകിച്ചിട്ട് ഇത് സാധാരണ വലിയ കുട്ടികളെക്കാൾ കൂടുതൽ ചെറിയ കുട്ടികളുടെ കാര്യത്തിലാണ് അവർ ചോദിക്കാറുള്ളത്. തലയിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഡോക്ടറെ കുഞ്ഞിന് ചൂട് തോന്നുന്നുണ്ട്, ഇത് പനിയാണോ? പ്രത്യേകിച്ച് തലയുടെ ഇവിടെയാണല്ലോ നമ്മൾ എപ്പോഴും ചൂട് നോക്കുക. തലയിൽ തൊട്ട് നോക്കുമ്പോൾ ചൂട് പോലെ തോന്നുന്നു, അത് പനിയാണോ എന്ന് പലരും ചോദിക്കുന്നത് കാണാറുണ്ട്. നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബേസിക് മെറ്റബോളിക് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ തലയുടെ ചൂട് അല്ലെങ്കിൽ തലയുടെ ടെമ്പറേച്ചർ ബാക്കി ബോഡിയേക്കാൾ കുറച്ച് കൂടുതലായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വെറുതെ തലയിൽ ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞിട്ട് അത് പനിയാണോ പനിയല്ലേ എന്ന് പറയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം അതൊരിക്കലും ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗമല്ല. അതായത് ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ കൈ തണുത്ത് ഇരിക്കുമ്പോൾ നമുക്ക് കുഞ്ഞിനെ തൊട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ പനി ഉണ്ടെന്ന് തോന്നും. സോ അതുകൊണ്ട് ഈ കൈ കൊണ്ട് തൊട്ട് നോക്കി പനി ഉണ്ടോ ഇല്ലേ എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് ശരിയായ ഒരു രീതിയല്ല. പ്രത്യേകിച്ച് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ കൈയിന്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ മാറാം. അപ്പൊ അത് വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ചൂടുണ്ടെന്നും ഇല്ലാന്നും ഒക്കെ തോന്നാം. രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾക്ക് നോർമലി തന്നെ തലയുടെ ഈ ഒരു ഭാഗത്തിന്റെ ടെമ്പറേച്ചർ ബാക്കി സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പനിയുണ്ടെന്ന് തോന്നാം. അപ്പൊ എന്താണ് യഥാർത്ഥ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ, പണ്ടത്തെ പോലെ ഈ വായിൽ വെച്ച് നോക്കുന്ന മെർക്കുറി തെർമോമീറ്റർ അല്ലാതെ അത്രയ്ക്ക് സേഫ് അല്ല. ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ വാങ്ങി വെക്കുന്നത്, അതൊരു മാക്സിമം ഒരു 100 രൂപയുടെ ഉള്ളിലൊക്കെ ഉള്ളൂ അതിന് വില. ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ അത് നിങ്ങൾക്ക് ചെവിടെ ഉള്ളിൽ വെച്ച് നോക്കാൻ പറ്റുന്ന തെർമോമീറ്റർ ഉണ്ട്, കക്ഷത്തിൽ വെച്ച് നോക്കാൻ പറ്റുന്ന തെർമോമീറ്റർ ഉണ്ട്. 1 മിനിറ്റിന് ശേഷം അതിലൊരു ബീപ്പ് സൗണ്ട് വരും. അപ്പൊ നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് ടെമ്പറേച്ചർ എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് എഴുതി കാണിച്ചിട്ടുണ്ടായിരിക്കും. പലതും ഫാരൻഹീറ്റിലായിരിക്കും, ചിലത് ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. നോർമലി നമ്മൾ ഒരു 37.2 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിനെ പനിയായിട്ട് എടുക്കാറുണ്ട്. 36.6 to 37.2 ആണ് നോർമലി ഉള്ള ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ. അപ്പൊ ഒരു 37.2നെക്കാട്ടൊക്കെ എബവ് കാണിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ചെറുതായിട്ട് പനിയുണ്ട്. ഇനി ഫാരൻഹീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു 100.4 ഡിഗ്രി ഫാരൻഹീറ്റിനെക്കാട്ടൊക്കെ കൂടുതലുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ 99.5 എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പക്ഷേ 100.4നേക്കാൾ നല്ലപോലെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പനിയായിട്ട് എടുക്കാറുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത്, കൈകൊണ്ട് നോക്കി പനി കണ്ടുപിടിക്കുന്ന രീതി അത് നമ്മുടെ പഴയ തലമുറ ചെയ്തിരുന്നു. അന്ന് നമുക്ക് ഡിജിറ്റൽ തെർമോമീറ്റർ ഒന്നും ഇല്ലായിരുന്നു. അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. ചിലപ്പോൾ നമുക്ക് പനി ഉള്ള കുട്ടിക്ക് ഇല്ലാന്നും തോന്നാം, ഇല്ലാത്ത കുട്ടിക്ക് ഉണ്ടെന്നും തോന്നാം. അപ്പൊ അതുകൊണ്ട് ഈ തലയിൽ മാത്രം ചൂട് തോന്നുന്നത് പനിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണെന്നും അല്ലാന്നും പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാവരോടും ഞാൻ പറയാറുള്ളത്, വീട്ടിലൊരു ഡിജിറ്റൽ തെർമോമീറ്റർ വാങ്ങി വെക്കുക. അത് വെച്ചിട്ട് ഡിഗ്രി സെൽഷ്യസ് ആണോ ഫാരൻഹീറ്റ് ആണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഫാരൻഹീറ്റ് ആണെങ്കിൽ ഒരു 100 എബവ് ഉണ്ടെങ്കിൽ, നിങ്ങളൊരു 100.4 ഞാൻ പറഞ്ഞെന്നുണ്ടെങ്കിലും 100 എബവ് ഉണ്ടെങ്കിൽ അതിനെ പനിയായിട്ട് നമുക്ക് എടുക്കാം. ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 37.2 എബവ് ഉണ്ടെങ്കിൽ നമുക്കതിനെ പനിയായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടിക്ക് പനിയുണ്ടോ ഇല്ലയെന്ന് അറിയാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? ഒരു 100 രൂപ ചെലവാക്കിയിട്ട് ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ വീട്ടിൽ വാങ്ങി വെക്കുക കേട്ടോ. സോ അതെങ്ങനെയാണ് നോക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾ വാങ്ങുന്ന സ്ഥലത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. ഓരോന്നിനും ഓരോ രീതിയായിരിക്കും. 1 മിനിറ്റ് എന്തായാലും നമ്മൾ വെച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ്. 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി അതിലൊരു ബീപ്പ് സൗണ്ട് അടിക്കും. അതിന്റെ സ്ക്രീനിൽ നമുക്ക് എത്രയാണ് ടെമ്പറേച്ചർ എന്ന് അവർ എഴുതി കാണിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞി കാര്യം ഇന്ന് OP-യിൽ വന്ന ഒരു പാരന്റ് ചോദിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്, കുറേ പാരന്റ്സിന് ഈ ഒരു ടെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പലർക്കും ഈ തലയുടെ ചൂട് ഒരു പ്രോബ്ലമാണ്. സോ തലയുടെ ചൂടല്ല നമ്മുടെ പനി, അത് നമ്മൾ ഈ പറയുന്ന പോലെ ചെവിയുടെ ഉള്ളിൽ നമ്മൾ വെച്ച് നോക്കാം. ഇപ്പൊ ചിലത് നിങ്ങൾ കണ്ടിട്ട്, ഇങ്ങനെ നമ്മൾ കോവിഡിന്റെ ഒക്കെ സമയത്ത് നമുക്ക് സ്കിന്നിൽ ടെമ്പറേച്ചർ ഇങ്ങനെ ഷൂട്ട് ചെയ്യണ പോലെ ഒരു ടെമ്പറേച്ചർ നോക്കുന്ന തെർമോമീറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് നമുക്ക് സ്കിൻ ടെമ്പറേച്ചർ അളക്കാനുള്ള അതും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിന് വില കുറച്ച് കൂടുതലുണ്ട്. അതാണെങ്കിൽ വളരെ ഈസിയായി നമ്മൾ ചെവിയുടെ ഉള്ളിലേക്കോ കക്ഷത്തിലൊന്നും വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്ക്രീനിൽ അതിന്റെ ടെമ്പറേച്ചർ എഴുതി കാണിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോക്കിൽ പറയാനായിട്ട്. സോ എല്ലാവരിലേക്കും, എല്ലാ അച്ഛനമ്മമാരിലേക്കും ഈ ഒരു ടോക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കൂ. അപ്പൊ ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ പനി നോക്കേണ്ടത് കേട്ടോ. ബൈ.